In that, the type of feedback control system or the feedback control system which can be classified in a number of ways, okay, depending upon the purpose of classification. Okay, that is, you must remember how we are actually classifying the feedback control system. It is actually based on the purpose of classification according to the method of analysis and design. Okay, നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് പർപ്പസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അനാലിസിസ് ചെയ്യുന്നതും അതിൻ്റെ അനലൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുന്നതിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം മെയിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരു കൺട്രോൾ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഒരു കൺട്രോൾ സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ വി ജസ്റ്റ് നീഡ് ടു അനലൈസ് ആൻഡ് ഡിസൈൻ ദാറ്റ് പർട്ടിക്കുലർ കൺട്രോൾ സിസ്റ്റം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് അനാലിസിസ് ആൻഡ് ഡിസൈൻ. അപ്പോൾ ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഒരു കൺട്രോൾ സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അനലൈസ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ സിസ്റ്റത്തെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് അനാലിസിസ് ആൻഡ് ഡിസൈൻ, ദ കൺട്രോൾ സിസ്റ്റം വിച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കൺട്രോൾ സിസ്റ്റം. ദാറ്റ് ഈസ് ആക്ച്വലി ദ ഫസ്റ്റ് വൺ. Time varying and time invariant control system. These are the main two type of feedback control system classification based on the method of analysis and design. Okay, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് വേസിൽ നമുക്ക് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ അത് എങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് പർപ്പസ്? അതിനെ അനലൈസ് ചെയ്യുകയും ഡിസൈൻ ചെയ്യുക എന്നുള്ള പർപ്പസിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തെ മെയിൻലി ടു വേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ, സെക്കൻഡ് വൺ ഈസ് ടൈം വേരിയിങ് ആൻഡ് ടൈം ഇൻവേരിയൻറ്റ്. അതായത് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം മെയിൻലി രണ്ട് ടൈപ്പായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ ആൻഡ് non-linear, another one is actually time varying and time invariant. Therefore ഈ ടേംസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി. നമ്മൾ ചിലപ്പോൾ ലീനിയർ സിസ്റ്റം അല്ലെങ്കിൽ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം, ടൈം വേരിയിങ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ദിസ് ടൈം വേരിയിങ് അല്ലെങ്കിൽ ലീനിയർ, വാട്ട് ഈസ് നോൺ ലീനിയർ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. നമ്മളുടെ മോസ്റ്റ് ഓഫ് ദ റിയൽ ടൈം അല്ലെങ്കിൽ റിയൽ ലൈഫ് കൺട്രോൾ സിസ്റ്റംസ് നമ്മൾ നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് എക്സിബിറ്റ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കേസിൽ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള കൺട്രോൾ സിസ്റ്റംസ് എല്ലാം, നമ്മളിപ്പം കാണുന്ന കൺട്രോൾ സിസ്റ്റം എല്ലാം നമ്മളുടെ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ നോൺ ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യാത്ത കൺട്രോൾ സിസ്റ്റത്തെയാണ് നമ്മൾ നോൺ ലീനിയർ സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നോൺ ലീനിയർ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ നോൺ ലീനിയർ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദർ ഈസ് നോ ജനറൽ മെത്തേഡ് ഫോർ സോൾവിങ് ദിസ് നോൺ ലീനിയർ കൺട്രോൾ സിസ്റ്റംസ്. ഓക്കെ, നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. Okay, there is no relationship between that is input and output. Okay, if any relation which is actually exists in between input and output means that is we can able to say that is actually input or output. അല്ലെങ്കിൽ linear relationship relation ഇല്ല എന്നല്ല, linear ആയിട്ടുള്ള റിലേഷൻ ഇല്ല എങ്കിൽ that is actually considered as എന്താണ് നോൺ ലീനിയർ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഈ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തേഡ്സ് ഒന്നും ഇല്ല ഒരു നോൺ ലീനിയർ സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ഒരു ജനറൽ ഐഡിയ ഞാൻ പറഞ്ഞാണ്. ഇപ്പം കറക്റ്റായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പോകണം. ലീനിയർ വേഴ്സസ് നോൺ ലീനിയർ കൺട്രോൾ സിസ്റ്റം. അപ്പം വാട്ട് ഈസ്, നമ്മളിപ്പം എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കാം.
ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ പർപ്പസ് എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു പർപ്പസ് നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്തത് അതിൻ്റെ ഡിസൈൻ അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റമാണ് ലീനിയർ, നോൺ ലീനിയർ, ടൈം വേരിയിങ് ആൻഡ് ടൈം ഇൻവേരിയൻറ്റ്. അപ്പം അതിനകത്തെ ഫസ്റ്റ് പോയിന്റ് ആണ് ലീനിയർ വേഴ്സസ് നോൺ ലീനിയർ അല്ലെങ്കിൽ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കൺട്രോൾ സിസ്റ്റംസ്. അപ്പം നോൺ ലീനിയർ മീൻസ് വാട്ട്? അപ്പം വെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്നൽസ് in a control system are limited to the range in which system components exhibit linear characteristics. അപ്പോൾ what is linear characteristics system components exhibit ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് നമ്പർ ഓഫ് കമ്പോണൻസ് ചേർന്നിട്ടാണ് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കൺട്രോൾ സിസ്റ്റത്തെയാണ് നമ്മൾ ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്ന് വിളിക്കുക. നമ്മൾ കൺട്രോൾ സിസ്റ്റം എന്ന് വിളിക്കുക. അപ്പോൾ ആ കൺട്രോൾ സിസ്റ്റത്തിന്റെ കേസിലെ ഓരോ കമ്പോണൻസും അവിടെ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യുകയാണ് എങ്കിൽ എന്താണ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ജസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇൻപുട്ട് അല്ലെങ്കിൽ ലീനിയർ ആയിട്ട് ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ടിന് വേരിയേഷൻ ഉണ്ടെങ്കിൽ ലീനിയർ ആണെന്ന് പറയും അല്ലേ. ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മീൻസ് എന്താണ്, അത് ഒരു ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് പറയും. അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്നൽസ് ഇൻ എ കൺട്രോൾ സിസ്റ്റം ആർ ലിമിറ്റഡ് ടു ദ റേഞ്ച് ഇൻ വിച്ച് ദ കമ്പോണൻറ്റ്സ് എക്സിബിറ്റ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽസ് ഇൻ എ കൺട്രോൾ സിസ്റ്റം ആർ ലിമിറ്റഡ് ടു ദ റേഞ്ച് ഇൻ വിച്ച് സിസ്റ്റം കമ്പോണൻറ്റ്സ് എക്സിബിറ്റ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ പോയിന്റ്സ് ഞാനിവിടെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന ഈ സംഭവം ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽസ്, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ. അത് ലിമിറ്റഡ് ടു ദ റേഞ്ച് ഇൻ വിച്ച് എക്സിബിറ്റ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ്. ദ സിസ്റ്റം ഈസ് കൺസിഡർ ആസ് ലീനിയർ സിസ്റ്റം. ആൻഡ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, നോൺ ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്നൽസ് ആർ എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ റേഞ്ച്. അപ്പം ദാറ്റ് ഈസ് ആക്ച്വലി ലീനിയർ കൺട്രോൾ സിസ്റ്റം വിച്ച് ഈസ് ആക്ച്വലി ലിമിറ്റഡ് ടു ദ റേഞ്ച്. ഓക്കെ, ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്നൽസ് ഇൻ എ കൺട്രോൾ സിസ്റ്റം ലിമിറ്റഡ് ടു ദ റേഞ്ച് ഇൻ വിച്ച് എ സിസ്റ്റം എക്സിബിറ്റ് ദ ലീനിയർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ്. ദാറ്റ് ഈസ് ആക്ച്വലി ലീനിയർ കൺട്രോൾ സിസ്റ്റം. Then if you are just considering non-linear system അല്ലെങ്കിൽ non-linear control system means the magnitude of signals are extended beyond the range of the linear operation. Depending on the severity of non-linearity, the system should be no longer be considered as linear. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തിന്റെ സിവിയാരിറ്റി മൂലം എന്തായിരിക്കും സംഭവിക്കുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്നൽസ് ആർ എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ linearity അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ റേഞ്ച് ഓഫ് ലീനിയർ ഓപ്പറേഷൻ. ഓക്കെ, അപ്പം ലീനിയർ ഓപ്പറേഷൻ കമ്പോണൻസ്, അതായത് സിസ്റ്റം കമ്പോണൻറ്റ് കൺട്രോൾ സിസ്റ്റം കമ്പോണൻസ് വിച്ച് ഈസ് നോട്ട് എക്സിബിറ്റിംഗ് എന്താണ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് ദാറ്റ് ഈസ് ആക്ച്വലി കൺസിഡേഴ്സ് എന്താണ് നോൺ ലീനിയർ സിസ്റ്റം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയണം. വെൻ ദ നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ വെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്നൽസ് ആർ എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ റേഞ്ച് of linear operation depending on the severity of non-linearity, the system should be no longer be considered as linear. അപ്പോൾ ലീനിയർ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്നൽസ് ഇൻ എ കൺട്രോൾ സിസ്റ്റം ആർ ലിമിറ്റഡ് ടു ദ റേഞ്ച് ഇൻ വിച്ച് സിസ്റ്റം കമ്പോണൻറ്റ്സ് എക്സിബിറ്റ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ്, നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്നൽസ് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ റേഞ്ച് ഓഫ് ലീനിയർ ഓപ്പറേഷൻ. ലിമിറ്റഡ് ടു ദ റേഞ്ച് മീൻസ് ലീനിയർ. അപ്പോൾ ഇത് നിങ്ങൾ കോംപ്ലിക്കേഷൻ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പം ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് കമ്പോണൻറ്റ്സ് എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ ലീനിയർ, നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നതെങ്കിൽ, നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് എക്സസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നോൺ ലീനിയർ. ജസ്റ്റ് അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമുക്ക് നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്കിപ്പം പറയാം. കോമൺ ആയിട്ടുള്ള നോൺ ലീനിയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയേഴ്സ് നമ്മൾ ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഒരു സാച്ചുറേഷൻ എഫക്റ്റ് എക്സിബിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
അപ്പം ലാർജ് ഇൻപുട്ട് സിഗ്നൽ നിങ്ങൾ ലാബിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ലാബിലൊക്കെ ചില എക്സ്പെരിമെൻറ്റ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇൻപുട്ട് ഭയങ്കരമായിട്ട് കൂട്ടിയാലും ഒരു പർട്ടിക്കുലർ റേഞ്ച് കഴിഞ്ഞിട്ട് അത് സാച്ചുറേഷൻ റേഞ്ചിലെത്തും. അതായത് അതിന് ശേഷം എന്ത് ചെയ്യത്തില്ല, ആംപ്ലിഫൈ ചെയ്യത്തില്ല. ഒരു സാച്ചുറേഷൻ എഫക്റ്റ് ഒരു ആംപ്ലിഫയറിൻ്റെ കേസിൽ എത്തുന്നു. അതായത് അത് ലീനിയർ അല്ല, നോൺ ലീനിയർ എഫക്റ്റ് ആണ്. അതായത് നോർമലായിട്ട് എന്താ വേണ്ടത്, ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആംപ്ലിഫൈ ചെയ്ത ഔട്ട്പുട്ട് വരണം. പക്ഷേ നമ്മൾ ഒരു പർട്ടിക്കുലർ റേഞ്ചിന് കൂടുതൽ ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യത്തില്ല, അതൊരു സാച്ചുറേഷൻ ലെവലിൽ എത്തുന്നു. ദാറ്റ് ഈസ് ആക്ച്വലി കൺസിഡർ ആസ് എന്താണ്, നോൺ ലീനിയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം അതുപോലെ തന്നെ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ മോട്ടർ ഹാസ് യൂഷ്വലി സാച്ചുറേഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം ക്വാർട്ടോഫോൺ നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ intentionally introduced in a control system to improve its performance or provide more effective control. അപ്പം ചില സമയത്ത് നമ്മൾ നോൺ ലീനിയർ എഫക്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഞാനിത് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്, അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ എടുത്താൽ മതി, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ പോയിന്റ്സ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. അപ്പം എന്താണ് ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നോൺ ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സുകൾ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ കേസിൽ there exists a width of analytical and graphical technique for design and analysis purpose. അപ്പം നമുക്ക് ലീനിയർ സിസ്റ്റത്തിൻ്റെ കേസിൽ നോൺ ലീനിയർ സിസ്റ്റം ആണ് എങ്കിൽ നമുക്ക് അതിന് കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കോമൺ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടോ, അത് അനലൈസ് ചെയ്യാനോ അത് ഡിസൈൻ ചെയ്യാനോ കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ് ഇല്ല. പക്ഷേ നമ്മളൊരു ലീനിയർ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രാഫിക്കലും അതുപോലെ തന്നെ അനലിറ്റിക്കലുമായിട്ടുള്ള ടെക്നിക്സ് അതിന് അവൈലബിൾ ആണ്. അതിൻ്റെ ഡിസൈനും അനാലിസിസ് പർപ്പസിനും വേണ്ടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പോണൻസ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാനോ അതിനെ ഡിസൈൻ ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഇതേ കാര്യം തന്നെയാണ് ഇനിയും പറയുന്നത്. ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ നോൺ ലീനിയർ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കലി ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ജനറലായിട്ടൊരു മെത്തേഡ് അവൈലബിൾ അല്ല സോൾവിങ് വൈഡ് ക്ലാസ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം. അപ്പം ഈ ഒരു കേസിൽ, ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കേസിൽ, ഇൻ ദ ഡിസൈൻ ഓഫ് കൺട്രോൾ സിസ്റ്റം നമ്മൾ ആക്ച്വലി നോൺ ലീനിയർ സിസ്റ്റം ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. നമ്മൾ ആക്ച്വലി പ്രാക്ടിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ടു ഡിസൈൻ ദ കൺട്രോളർ ബേസ്ഡ് ലീനിയർ സിസ്റ്റം മോഡൽ ബൈ നെഗ്ലക്റ്റിംഗ് നോൺ ലീനിയാരിറ്റി ഓഫ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ലീനിയർ കമ്പോണൻസ് ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലീനിയർ കമ്പോണൻസ് അല്ലെങ്കിൽ ലീനിയർ സിസ്റ്റം മോഡൽസ് മാത്രം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നു. ഓക്കെ, ഡിസൈൻ ദ കൺട്രോളർ ബേസ്ഡ് ലീനിയർ സിസ്റ്റം വിച്ച് ഈസ് ആക്ച്വലി മോഡൽ ചെയ്യുന്നു ബൈ നെഗ്ലക്റ്റിംഗ് ദ നോൺ ലീനിയർ സിസ്റ്റം. അപ്പം ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ലീനിയർ കമ്പോണൻസിനെ നമ്മൾ ആദ്യം നോൺ ലീനിയർ കമ്പോണൻസിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ലീനിയർ കമ്പോണൻറ്റ് മാത്രം നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡിസൈൻഡ് കൺട്രോളർ ഈസ് അനലൈസ്ഡ് ടു അപ്ലൈ ടു ദ നോൺ ലീനിയർ സിസ്റ്റം മോഡൽ ഫോർ എവാലുവേഷൻ ഓർ റീഡിസൈൻ ബൈ ദ കോംപ്ലക്സ് സിമുലേഷൻ. അപ്പം ആക്ച്വലി നമ്മൾ ഈ ഒരു നോൺ ലീനിയർ സിസ്റ്റം ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പം ആ നോൺ ലീനിയർ സിസ്റ്റത്തെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ലീനിയർ കമ്പോണൻറ്റ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ലീനിയർ സിസ്റ്റം മാത്രം ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം, അതിനെ മോഡൽ ചെയ്തതിന് ശേഷം, നമ്മൾ ഈ ഡിസൈൻ ചെയ്ത കൺട്രോളർ എങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു, നോൺ ലീനിയർ സിസ്റ്റം മോഡലിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എവാലുവേറ്റ് ചെയ്യുകയും അത് റീഡിസൈൻ ചെയ്യുകയും ഒക്കെയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു നോൺ ലീനിയർ സിസ്റ്റത്തെ നമ്മൾ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ലീനിയർ സിസ്റ്റം നമുക്ക് അനലൈസ് ചെയ്യാൻ ഈസിയാണ്, പക്ഷേ നോൺ ലീനിയർ സിസ്റ്റത്തെ അനലൈസ് ചെയ്യാൻ അതിനകത്ത് ലീനിയർ കമ്പോണൻറ്റ് അല്ലെങ്കിൽ ലീനിയർ സിസ്റ്റം പാർട്സ് വിച്ച് ഈസ് മോഡൽഡ് ആൻഡ് ദിസ് ഈസ് ആക്ച്വലി അപ്ലൈഡ് ടു ദ നോൺ ലീനിയർ സിസ്റ്റം ഫോർ എവാലുവേഷൻ. ഓക്കെ, ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ളൊരു മെത്തേഡ്. ഇതിങ്ങനെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതൊരു തിയററ്റിക്കലായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, അപ്പം ഫസ്റ്റ്
ഏതൊക്കെ കണ്ടു? ഇപ്പം നമ്മൾ ലീനിയർ നോൺ ലീനിയർ സിസ്റ്റം. ഓക്കെ, ലീനിയർ സിസ്റ്റവും നോൺ ലീനിയർ സിസ്റ്റവും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ലീനിയർ ഒരു എന്താണ് ലീനിയർ സിസ്റ്റം, എന്താണ് നോൺ ലീനിയർ സിസ്റ്റം എന്നുള്ളത് മാഗ്നിറ്റ്യൂഡ്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ലീനിയർ നോൺ ലീനിയർ സിസ്റ്റം magnitude of signals in a control system are limited to the range in which system components exhibit linear characteristics is actually linear system. Non-linear system ആണെങ്കിൽ magnitude of signals are extended beyond the range of linear operation, that is actually considered as non-linear. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലീനിയർ പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്ന കമ്പോണൻസ് ഒരു കൺട്രോൾ സിസ്റ്റം നമ്പർ ഓഫ് കമ്പോണൻസ് ചേർന്നാണ്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്താൽ ലീനിയർ സിസ്റ്റം, നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ നോൺ ലീനിയർ സിസ്റ്റം. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ടൈം വേരിയൻ്റ് ആൻഡ് ടൈം ഇൻവേരിയൻ്റ് അല്ലെങ്കിൽ ടൈം ഇൻവേരിയൻ്റ് വേഴ്സസ് ടൈം വേരിയിങ് സിസ്റ്റം. പേരിൽ തന്നെ ടൈം വേരിയിങ്, ടൈം ഇൻവേരിയൻ്റ്. ഓക്കെ, ടൈം വേരിയിങ്, ടൈം ഇൻവേരിയൻ്റ്. അപ്പം actually what is the difference between time variant versus time invariant system? അപ്പം നമുക്ക് ടൈം വേരിയിങ്, ടൈം ഇൻവേരിയൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേരിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ടൈമിനനുസരിച്ച് എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കമ്പോണൻസ് ചേർന്നിട്ടുള്ള സിസ്റ്റമാണ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയാം. അതായത് നമ്പർ ഓഫ് കമ്പോണൻ്റ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് ചേർന്നിട്ടാണ് നമ്മളുടെ കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് ടൈമിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു, അതിനെ ആണ് നമ്മൾ ഈ ടൈം വേരിയിങ് അല്ലെങ്കിൽ ടൈം ഇൻവേരിയൻ്റ് എന്നതിനെ ബേസ് ചെയ്തിട്ട് പറയാം. അപ്പം നമ്മൾ ജനറലി പറയുവാണെങ്കിൽ പാരാമീറ്റേഴ്സ് ഓഫ് ദ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ടൈം ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ഓഫ് സിസ്റ്റം. അപ്പം അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ പാരാമീറ്റേഴ്സ് ഓഫ് ദ കൺട്രോൾ സിസ്റ്റം ആർ സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് സ്റ്റേഷനറി ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദ ഓപ്പറേഷൻ ഓഫ് ദ സിസ്റ്റം ദാറ്റ് ഈസ് ആക്ച്വലി കൺസിഡർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നില്ല കമ്പോണൻസ്, പാരാമീറ്റേഴ്സ് അതിൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് ടൈമിനനുസരിച്ച് അത് വേരി ചെയ്യുന്നില്ല, അത് സ്റ്റേഷനറി ആണെങ്കിൽ അത് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റമാണ്. പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഫിസിക്കൽ സിസ്റ്റം കണ്ടെയ്ൻസ് എലമെൻറ്റ്സ് ദാറ്റ് ഡ്രിഫ്റ്റ് ഓർ വേരി വിത്ത് ടൈം. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ബിക്കോസ് ദർ ഈസ് എ സ്മോൾ ചേഞ്ച് വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് വിത്ത് ടൈം. ഓക്കെ, അപ്പം ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് തിയററ്റിക്കലായിട്ട് പറയാൻ മാത്രം പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പം അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഗൈഡഡ് മിസൈൽ control system in which the mass of the missile decreases as fuel on the load is being consumed during flight. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഗൈഡഡ് മിസൈലിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ മിസൈലിൻ്റെ മാസ് ഡിക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകും തോറും ഡിക്രീസ് ചെയ്യുന്നു. എങ്ങനെയാണ്? ഫ്യൂവൽ ബോഡി ഈസ് ബീയിങ് കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഫ്ലൈറ്റ്. അപ്പം ഫ്യൂവൽ ബോർഡ്, അപ്പോൾ അതൊരു നോൺ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്നുള്ളതിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഗൈഡഡ് മിസൈലിൻ്റെ കേസിൽ നമുക്ക് നമ്മളുടെ താഴെ നിന്ന് മുകളിലേക്ക് ബഹിരാകാശത്തേക്ക് പോകും തോറും അതിൻ്റെ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ മാസ് ഡിക്രീസ് ചെയ്യുന്നു വരുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് എന്തുകൊണ്ടാണ്? ഫ്യൂവൽ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ മുകളിലോട്ട് പോകും തോറും അതിൻ്റെ മാസ് റെഡ്യൂസ് ചെയ്ത് വരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ദ എക്സാമ്പിൾ ഫോർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. അപ്പം നമുക്ക് ഓൾദോ എ ടൈം വേരിയിങ് സിസ്റ്റം വിത്തൗട്ട് നോൺ ലീനിയാരിറ്റി ഈസ് സ്റ്റിൽ എ ലീനിയർ സിസ്റ്റം. അപ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ടൈം വേരിയിങ് സിസ്റ്റം വിത്തൗട്ട് നോൺ ലീനിയാരിറ്റി. അപ്പം ടൈം വേരിയിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് വേരി ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? ടൈം വേരിയിങ്, അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കേസിൽ പാരാമീറ്റേഴ്സ് ആർ സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ടൈം ഡ്യൂറിങ് ദ ഓപ്പറേഷൻ. ടൈം ഇൻവേരിയൻ്റ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ടൈം. പാരാമീറ്റേഴ്സ് ഓഫ് ദ കൺട്രോൾ സിസ്റ്റം ആർ നോട്ട് സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ടൈം മീൻസ് ടൈം വേരിയിങ് സിസ്റ്റം. അപ്പം ടൈം വേരിയിങ് സിസ്റ്റം
വിതൗട്ട് നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത് ഒരു ലീനിയർ സിസ്റ്റമാണ്. അപ്പം എന്താണ് നോൺ ലീനിയാരിറ്റി എന്ന് പറഞ്ഞു? ടൈം വേരിയിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേരി ചെയ്യുന്നു, ടൈമിനനുസരിച്ച് പാരാമീറ്റേഴ്സ് വേരി ചെയ്യുന്നു. അപ്പം ടൈമിനനുസരിച്ച് പാരാമീറ്റേഴ്സ് വേരി ചെയ്യുന്ന സിസ്റ്റത്തിൽ നോൺ ലീനിയാരിറ്റി ആണുള്ളതെങ്കിൽ, ലീനിയാരിറ്റി അല്ല നോൺ ലീനിയാരിറ്റി ആണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലീനിയർ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് വേണം. പക്ഷേ ടൈം വേരിയിങ് സിസ്റ്റം വിത്ത് നോൺ ലീനിയാരിറ്റി വിച്ച് ഈസ് ആക്ച്വലി കൺസിഡർ ആസ് എ ലീനിയർ സിസ്റ്റം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ടൈം വേരിയിങ് ആൻഡ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ടൈപ്പാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണെന്ന് മാത്രമാക്കുക. അപ്പോൾ എന്താണ് ഇപ്പം നമ്മൾ ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ്, ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം. അപ്പം വാട്ട് ഈസ് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം? അപ്പം ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ബേസ്ഡ് ഓൺ ദ പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദ പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതിൽ നമ്മളിപ്പം പർപ്പസ് ഇവിടെ എടുത്തിരിക്കുന്നത് അനാലിസിസും ഡിസൈനുമാണ്. ഇപ്പോൾ അനാലിസിസും ഡിസൈനും ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റവും ടൈം വേരിയിങ് ആൻഡ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റവുമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പം എന്താണ് ലീനിയർ വേഴ്സസ് നോൺ ലീനിയർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ്, നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അത് മാത്രം എഴുതിയാൽ പോരാ. നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽസ് ഇൻ എ കൺട്രോൾ സിസ്റ്റം വിത്ത് ലിമിറ്റഡ് ടു ദ റേഞ്ച് ഇൻ വിച്ച് സിസ്റ്റം കമ്പോണൻസ് എക്സ് വിത്ത് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ പറയുക. അപ്പം ഇത് ബേസിക്കായിട്ട് പറയുക. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്തത് എന്താണ്? ടൈം വേരിയിങ് ആൻഡ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റമാണ്. അപ്പം ടൈം വേരിയിങ് ആൻഡ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ കേസിലും എങ്ങനെയാണ് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുക? ടൈമിനനുസരിച്ച് എന്താണ്? ഓക്കെ, നമ്മളിപ്പം ടൈം വേരിയിങ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഗൈഡഡ് മിസൈലിൻ്റെ കേസിൽ പറഞ്ഞത്. അതായത് ടൈം ഇൻവേരിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല, പാരാമീറ്റേഴ്സിന് ചേഞ്ച് വരുന്നില്ലെങ്കിൽ അത് ടൈം ഇൻവേരിയൻ്റ് എന്ന് പറയും. പാരാമീറ്റേഴ്സിന് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ടൈം ഇൻവേരിയൻ്റ്. അപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ടൈം വേരിയിങ്ങിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടൈം വേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ കേസിൽ, അതായത് ഗൈഡഡ് മിസൈലിൻ്റെ കേസിൽ ടൈമിനനുസരിച്ച്, അതായത് മുകളിലേക്ക് പോകുന്ന ടൈമിനനുസരിച്ച് നമ്മളുടെ പാരാമീറ്റേഴ്സ്, അതിൻ്റെ ഫ്യൂവലിൻ്റെ നമ്മളുടെ ഇതിൻ്റെ വെയിറ്റ് കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേസിൽ ടൈം വേരിയിങ് സിസ്റ്റമാണത്. ഓക്കെ, അപ്പം ടൈം വേരിയിങ്ങും ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റവും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇനിയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ടോപ്പിക്കുകളിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോവുകയാണ്. മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഓഫ് എ കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഇതുവരെ നമ്മൾ കുറച്ച് തിയറിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോബ്ലത്തിലേക്കൊക്കെ നമ്മൾ കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ഏറ്റവും ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളിൽ. ഓക്കെ, അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മളുടെ ടോപ്പിക്കുകളിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഓഫ് എ കൺട്രോൾ സിസ്റ്റമാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഓക്കെ, ഹൗ ക്യാൻ വി മാത്തമാറ്റിക്കലി മോഡൽ എ കൺട്രോൾ സിസ്റ്റം? ഒരു കൺട്രോൾ സിസ്റ്റത്തെ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യാം? അപ്പോൾ നമുക്ക് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ദാറ്റ് കൺട്രോൾ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് കമ്പോണൻസ്, അല്ലേ? കൺട്രോൾ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് കമ്പോണൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സബ് സിസ്റ്റംസ് ചേർന്നിട്ടാണ് ഒരു സിസ്റ്റം ഉണ്ടാകുക, അല്ലേ? നമ്പർ ഓഫ് സബ് സിസ്റ്റം ചേർന്നിട്ടാണ് സിസ്റ്റം ഉണ്ടാവുക. അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റം അങ്ങനെ തന്നെയാണ്, നമ്പർ ഓഫ് സബ് സിസ്റ്റം ചേർന്നിട്ടാണ് ഒരു സിസ്റ്റം ഉണ്ടാവുക. അപ്പം ഈ എല്ലാ സബ് സിസ്റ്റവും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം. നമ്മളുടെ S7ECയിൽ റിസൾട്ട് 100% വരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കണം, അല്ലേ? കൺട്രോൾ സിസ്റ്റത്തിന് 100% പാസ് പെർസെൻറ്റേജ് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാൾ മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഒരു ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 100% റിസൾട്ടാണ് എങ്കിൽ ഓരോ കമ്പോണൻസ്, അതായത് ഈ സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ 39 സ്റ്റുഡൻസും ഇതിൻ്റെ ഒരു കമ്പോണൻ്റാണ്. ഈ 39 സ്റ്റുഡൻസും കമ്പൈൻലി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ 100% റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഓഫ് എ സബ് സിസ്റ്റം ആൻഡ് ഓൾസോ ഓൾ സിസ്റ്റം ഈസ് റിക്വയർഡ് ഫോർ ക്യാരിയിങ് ഔട്ട് പെർഫോമൻസ് സ്റ്റഡീസ്, അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ കമ്പോണൻസിൻ്റെയും
വർക്ക് ടുഗദർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് നമുക്ക് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ഏതൊക്കെ വേസിൽ നമുക്ക് മാത്തമാറ്റിക്കൽ മോഡലിംഗ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഔട്ടറിൽ മൊത്തത്തിൽ ഒരു കൺട്രോൾ സിസ്റ്റം മൊത്തം എടുത്തിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രം കൺസിഡർ ചെയ്യുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ ഓരോ കമ്പോണൻസും കൺസിഡർ ചെയ്ത് അതിൻ്റെ മോഡലിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓവറോൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്യാൻ പറ്റുമോ കൺട്രോൾ സിസ്റ്റത്തിനെ വെച്ചാൽ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് ഉണ്ട്, ബ്ലോക്ക് ഡയഗ്രാം അപ്രോച്ച് ഉണ്ട്, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് അപ്രോച്ച് ഉണ്ട്, സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 4 മെത്തേഡ്സ് ആണ്. ഇപ്പോൾ ഇതൊക്കെ ഈ 4 മെത്തേഡ്സും നമ്മൾ നമ്മളുടെ സിലബസിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു കൺട്രോൾ സിസ്റ്റത്തെ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ചാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു കൺട്രോൾ സിസ്റ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ട് ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് എങ്ങനെ കാണാം, ബ്ലോക്ക് ഡയഗ്രാം അത് നമ്മൾ കാണും. പിന്നെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് കൺട്രോൾ സിസ്റ്റത്തെ മോഡൽ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്പേസ് യൂസ് ചെയ്തിട്ട് സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ വഴി നമുക്ക് എങ്ങനെ നമ്മളുടെ കൺട്രോൾ സിസ്റ്റത്തെ മോഡൽ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ സിസ്റ്റം മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്നുള്ളത് കൊണ്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾ ഓൾറെഡി പണ്ട് പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് ഫോർ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഓഫ് എ കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റവും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് മോഡൽ ചെയ്യാം. അതുപോലെ തന്നെ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാത്തമാറ്റിക്കൽ മോഡൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ നമ്മൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് മെത്തേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പണ്ട് തൊട്ടേ ചെയ്തിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് 2 പ്രോബ്ലംസ് ഇത് വെച്ചിട്ട് ചെയ്യാം. അത് ബാക്കി നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇത് ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. അപ്പം ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റവും നമുക്ക് കാണണം, മെക്കാനിക്കൽ സിസ്റ്റവും നമുക്ക് കാണണം. അപ്പം നമ്മൾ കാണാൻ പോകുന്നത് ബൈ യൂസിങ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വി ആർ ജസ്റ്റ് മോഡലിംഗ് and we are just making a mathematical model for electrical system. Okay, mathematical model of electrical system. അപ്പം mathematical model of electrical system ആണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ ഇതാദ്യം നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഡയഗ്രാം ഒന്ന് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇപ്പോൾ ഫൈൻഡ് ദ ദിസ് ഈസ് ആക്ച്വലി ദ പ്രോബ്ലം. എന്താണ് പ്രോബ്ലം? ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പം വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, കറണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു എന്താണ്, ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെ നമുക്ക് എങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യാം. അതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഞാൻ പറഞ്ഞു. ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച്, ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ, സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ. ഇതിലെ ഫസ്റ്റ് മെത്തേഡാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ചിൽ നമ്മൾ നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും കാണുന്നുണ്ട്, മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് മാത്തമാറ്റിക്കൽ മോഡലും കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ആദ്യം കാണുക. അപ്പം അതിനകത്ത് നിങ്ങൾ ആദ്യം തന്നെ ഈ പ്രോബ്ലം നോട്ട് ചെയ്യുക. ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ്, എല്ലാവർക്കും നോട്ട് ഉണ്ടാകണം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്.
ഈ പ്രോബ്ലം എഴുതുക പെട്ടെന്ന്. ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്. ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്. ദിസ് ഈസ് ആക്ച്വലി ദ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്. യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ ഇലക്ട്രിക്കൽ സിസ്റ്റം. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെത്തേഡ് എങ്ങനെയാണ്. നമ്മൾ ആദ്യം KVL അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കാണേണ്ടത് എന്താണ്, എസ് ഡൊമൈനിലുള്ള വാല്യൂ ആണ്. വി നോട്ട് ഓഫ് എസ് ഡിവൈഡഡ് ബൈ വി ഐ ഓഫ് എസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പം നമ്മൾ KVL അപ്ലൈ ചെയ്ത് അതിനുശേഷം ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് ചെയ്ത് ഞാനിത് ഓക്കെ. അപ്പം ഇതിൻ്റെ കേസിൽ KVL നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ടേക്കിംഗ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് KVL. അപ്പോൾ KVL നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, KVL അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ യു ക്യാൻ ഏബിൾ ടു സി ഫസ്റ്റ് ലൂപ്പിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ലൂപ്പിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാട്ട് വി ക്യാൻ ഏബിൾ ടു ഗെറ്റ്, വി ഐ ഓഫ് ടി ഈക്വൽ ടു എന്താ കിട്ടുക, വി ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ഐ ഓഫ് ടി പ്ലസ് 1/c. അപ്പം ഇത് ആർ ഇൻറ്റു ഐ ഓഫ് ടി ഈസ് ദ കറണ്ട് ഇൻ ദ പർട്ടിക്കുലർ ലൂപ്പ്. ഓക്കെ, അപ്പം 1/c ഇൻറ്റു എങ്ങനെയാണ് നമുക്ക് വരിക, സി ആകുമ്പോൾ എങ്ങനെയാണ്, കപ്പാസിറ്റർ ആകുമ്പോൾ 1/c ഇൻറ്റു ഇൻ്റഗ്രൽ ഐ ഓഫ് ടി ഡി ടി. ഓക്കെ, ഇൻ്റഗ്രൽ ഐ ഓഫ് ടി ഡി ടി. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ദ ഫസ്റ്റ് ഇക്വേഷൻ. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ വാട്ട്, ഔട്ട്പുട്ട് ഇക്വേഷൻ എന്താണ്, ഇൻപുട്ട് ഇക്വേഷൻ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഔട്ട്പുട്ട് ഇക്വേഷൻ എന്തായിരിക്കും, വി നോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു ഇൻ്റഗ്രൽ ഐ ഓഫ് ടി ടി ടി. ഓക്കെ, ദീസ് ആർ ദ ടു ഇക്വേഷൻസ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ നോട്ടിനകത്ത് കാണണം. ഞാനിപ്പോൾ നോട്ടിനകത്ത് ഇല്ലെങ്കിൽ അവസാനം ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ വരുമ്പോൾ, എനിക്ക് തോന്നുന്നു 5th 11th ക്ലാസ് തുടങ്ങുന്നത്. അപ്പം 11th തൊട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ നോട്ട് ബുക്കിനകത്ത് ഉണ്ടായിരിക്കണം. ഇപ്പോഴേ ഞാൻ പറഞ്ഞിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷനിൽ KVL നമ്മൾ എന്ത് ചെയ്യുന്നു, ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നു. ലാപ്ലാസ് ട്രാൻസ്ഫോം